റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവിലേക്കാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ റവന്യൂ മന്ത്രിയുടെ വാദം പൊളിയുന്നു. പോലീസ് റിപ്പോർട്ടിൽ മന്ത്രിക്കെതിരായ പരാമർശവും ജില്ലാ കളക്ടർ മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. നവീൻ ബാബു ആത്മഹത്യ ചെയ്യും മുൻപ് ജില്ലാ കളക്ടർ മന്ത്രിയുമായി സംസാരിച്ചു. നവീൻ ബാബു മരിച്ചതിന് ശേഷം 19 സെക്കൻഡും ഇവർ തമ്മിൽ സംസാരിച്ചു. കളക്ടറുടെ മൊഴി മാത്രമല്ല CDR പരിശോധിച്ചതിലും ഇത് വ്യക്തമാണെന്ന് പോലീസ് പറയുന്നു. കളക്ടറുടെ മൊഴി പൂർണ്ണമായും റവന്യൂ മന്ത്രി K രാജൻ നേരത്തെ തള്ളിയിരുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ മന്ത്രി K രാജൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ക്ലീൻ ചിറ്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പഴിചാരുന്നു. അതൊക്കെയാണ് നമ്മൾ ആ മരണവേളയിൽ കണ്ടത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം കളക്ടറുമായി സംസാരിച്ചിരുന്നു എന്ന കാര്യത്തിന് തെളിവ് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും സുജിയ, ഇതിനകത്ത് ഈ PP ദിവ്യയെ സഹായിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടന്നുവെന്നുള്ള കുടുംബത്തിന്റെ വാദം അത് ഒന്നുകൂടി ബലപ്പെടുത്തുന്നതാണ്. റവന്യൂ മന്ത്രി ഈ തരത്തിലുള്ള ചില വൈരുദ്ധ്യമായിട്ടുള്ള പ്രസ്താവനകളും ചില പ്രതികരണങ്ങളും നടത്തുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പോലീസ് ഇന്ന് ഈ കുടുംബം തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിനകത്താണ് മന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശവും ഉൾപ്പെട്ടിട്ടുള്ളത്. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ നേരത്തെ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി, അതായത് തൻ്റെ മുന്നിൽ വന്ന് ADM നവീൻ ബാബു തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരുന്നതായും ഇക്കാര്യങ്ങൾ അന്ന് തന്നെ റവന്യൂ മന്ത്രി K രാജനെ അറിയിച്ചിരുന്നതായും സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് റവന്യൂ മന്ത്രി K രാജൻ പൂർണ്ണമായും തള്ളിയിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കേസിൻ്റെ 16ാം സാക്ഷിയായ കളക്ടർ 14/10/2024 അതായത് യാത്രയയപ്പ് സമ്മേളനം നടന്ന തീയതിയിൽ തന്നെ 5:56 വൈകുന്നേരം 5:56 19 സെക്കൻഡ് സമയവും 6:04 അതായത് വൈകുന്നേരം 6:04 210 സെക്കൻഡ് സമയവും അതായത് 3.5 മിനിറ്റ് നേരം സംസാരിച്ചിരുന്നുവെന്നുള്ളതും ആത്മഹത്യ ചെയ്തതിന് ശേഷം 15/10/2024 തീയതി 8:49 രാവിലെ 8:49 19 സെക്കൻഡ് ദൈർഘ്യവും റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ളതാണ് CDR ഉൾപ്പെടെ. അതായത് അർജുൻ കല്യാട്, ഈ CDR അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ADM നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ദിവസം അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ആ യാത്രയയപ്പ് ദിവസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള യാത്രയയപ്പിലെ പ്രസംഗത്തിന് ശേഷം റവന്യൂ മന്ത്രിയുമായി കളക്ടർ സംസാരിച്ചു എന്നത് കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുമ്പോൾ എന്താണ് പറഞ്ഞത്? കളക്ടറോട് നവീൻ ബാബു ചേംബറിൽ സംസാരിച്ച കാര്യങ്ങളാണോ പറഞ്ഞത്? കളക്ടറുടെ മൊഴി അത് റവന്യൂ മന്ത്രി അറിഞ്ഞിരുന്നോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാണത് മറച്ചുവെച്ചത്? മറച്ചുവെച്ചെങ്കിൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? തീർച്ചയായിട്ടും സുജിയ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രി K രാജൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് തൻ്റെ നിലപാട്, തൻ്റെ സമീപനമൊക്കെ ആ കുടുംബത്തിനോടൊപ്പമാണ്, ആ കുടുംബം അനുഭവിക്കുന്ന വേദനയോടൊപ്പമാണ്. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണോ റവന്യൂ മന്ത്രി K രാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ തെളിവുകൾ. ഏറ്റവും പ്രധാനമായി സുജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണോ നടത്തിയതെന്ന ചോദ്യത്തിന് തീർച്ചയായും മന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ രേഖകൾ വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി കഴിയുക. ജില്ലാ കളക്ടറുമായി താൻ സംസാരിച്ചു, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ തന്നെ വിളിച്ച് സംസാരിച്ചു എന്ന് ജില്ലാ കളക്ടറുടെ മൊഴി അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ അന്തിമ കുറ്റപത്രത്തിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ റവന്യൂ മന്ത്രി K രാജൻ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. തൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ കളക്ടറുടെ മൊഴി അവിശ്വസനീയമെന്ന രീതിയിലാണ്, കളക്ടറുടെ പുറത്തു വന്നിട്ടുള്ള പുതിയ മൊഴി എന്ന രീതിയിൽ അത് അവിശ്വസനീയമാണ്. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിനകത്ത് താൻ അതിൻ്റെ ഏറ്റവും അടിയിൽ ഒപ്പുവെച്ചതാണ്. ആ ഘട്ടത്തിൽ ഇത്തരമൊരു മൊഴി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റവന്യൂ മന്ത്രി K രാജൻ സൂചിപ്പിക്കുന്നു. പക്ഷേ റിപ്പോർട്ട് എന്നതിൽ മാത്രമല്ല, അന്നേ ദിവസം തന്നെ, അതായത് ഏത് ദിവസമാണോ യാത്രയയപ്പ് സമ്മേളനം നടക്കുന്നത്, ആ യാത്രയയപ്പ് സമ്മേളനം 3 മണിക്ക് നടന്നു കഴിഞ്ഞ് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 5:56 ജില്ലാ കളക്ടറുമായി, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ മന്ത്രി രാജനുമായി സംസാരിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ സമയമാണ് പ്രധാനം. അർജുൻ കല്യാട്, നമ്മൾ ആ സമയം അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപാണ് ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതായത് 14-ാം തീയതി 2024 ഒക്ടോബർ 14-ാം തീയതി 5:56 19 സെക്കൻഡും 6:04 210 സെക്കൻഡും സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അതേ ദിവസം ചേംബറിലെത്തി കളക്ടറെ നവീൻ ബാബു കണ്ടിരുന്നു എന്നത് കളക്ടർ നൽകിയ വിശദീകരണമാണ്. അദ്ദേഹത്തിന്റെ മൊഴിയിൽ അതുണ്ട്. അപ്പോൾ കളക്ടർ പറഞ്ഞത് സത്യമാവുകയാണ്. ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നല്ലേ കളക്ടർ ആദ്യം മുതൽ തന്നെ പറയുന്നത്. അപ്പോൾ കളക്ടറെ മാത്രം പ്രതിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കളക്ടറെ മാത്രം ആരോപണ നിഴലിൽ നിർത്താനായിട്ടുള്ള ഒരു നീക്കം അവിടെ നടന്നു എന്നതുകൂടി കാണേണ്ടതല്ലേ?
തീർച്ചയായിട്ടും സുജി, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്ക് കാണാൻ. കാരണം കലക്ടർ പറഞ്ഞിരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ താൻ അന്നേ ദിവസം, അതായത് ഈ കലക്ടർ അന്ന് കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായി. ഐ ആസ്ക്ഡ് ഇഫ് ദർ വാസ് എനിത്തിങ് ഫർദർ. ആഫ്റ്റർ എ ഹാഫ് മിനിറ്റ് ഓഫ് ലുക്കിംഗ് ഡൗൺ he said that he has committed a mistake. അതായത് തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് നവീൻ ബാബു തൻ്റെ ചേംബറിലെത്തി സംസാരിച്ചു. അതിനുശേഷം അന്നേ ദിവസം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ റവന്യൂ മന്ത്രി കെ രാജനുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ നവീൻ ബാബു തൻ്റെ ചേംബറിലെത്തി സംസാരിച്ചു. ഇപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അയാൾ കള്ളം പറയുകയാണെന്ന് പറയാം. കളക്ടറെ അങ്ങനെയൊക്കെ സംശയിക്കുന്ന രീതിയിലാണ് മന്ത്രി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. കളക്ടറുടെ മൊഴി തെറ്റാണ്, അല്ലെങ്കിൽ കളക്ടർ പറഞ്ഞത് തെറ്റാണ്, കളക്ടർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളക്ടറുടെ മൊഴി തള്ളുന്ന ഒരു സമീപനമാണ് റവന്യൂ മന്ത്രി കെ രാജനിൽ നമ്മൾ കണ്ടത്. റവന്യൂ മന്ത്രിയെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന്. കാരണം അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തി എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ സത്യം പറയണം, ജനങ്ങളോട് സത്യം പറയണം. ഈ വിളിച്ചിരുന്നു CDR ആണ്, ആരെങ്കിലും പറയുന്ന ഒരു വെറുതെ വാക്കാൽ പറയുന്നതല്ലല്ലോ. CDRൽ എങ്ങനെയാണ് ഈ നമ്പറുകൾ വന്നത്? മന്ത്രി അല്ലെങ്കിൽ പിന്നെ മന്ത്രിയുടെ ഫോൺ ആരാണ് എടുത്തത്? ഈ കാര്യങ്ങൾ കളക്ടർ ആരോടാണ് പറഞ്ഞത്? ഇനിയിപ്പോൾ പറയാൻ പറ്റുന്ന ഒരേ ഒരു ന്യായം മന്ത്രിയുടെ ഫോൺ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റൊരാളോ എടുത്ത് കളക്ടറുമായി സംസാരിച്ചു എന്നത് മാത്രമല്ലേ അർജുൻ? സുജി, അങ്ങനെ ഒരു മുടന്തൻ ന്യായത്തിന് ഒരു സ്കോപ്പുമില്ല. കാരണം കലക്ടറുടെ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി മന്ത്രിയോട് സംസാരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കലക്ടർക്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്താം, മന്ത്രിയെ വിളിച്ച് കിട്ടിയിട്ടില്ല, മന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫ് ആരെങ്കിലുമായി സംസാരിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ കലക്ടർക്ക് പറയാവുന്നതാണ്. പക്ഷെ കലക്ടർ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നത് മന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. മഞ്ജുഷയോട്, നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളോട് കളക്ടർ പറഞ്ഞ അല്ലെങ്കിൽ കളക്ടറുടെ മൊഴി തെറ്റാണ്, ഞാൻ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന മന്ത്രി കെ രാജനാണോ അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്? അർജുൻ കല്യാൺ. സുജിയ, തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് സംശയിക്കാൻ. കാരണം ഏറ്റവും പ്രധാനമായി ഈ തെളിവുകളാണ്. അതായത് പോലീസ് നൽകിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ഒന്നുകിൽ മന്ത്രി പറയേണ്ടത് ഈ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണ്, അതായത് പോലീസ് അന്വേഷണത്തിൽ പോലീസിൻ്റെ കണ്ടെത്തലായി കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് മന്ത്രി തന്നെ പറയണം. അല്ലെങ്കിൽ മന്ത്രി ഇതിനകത്ത് വിളിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കണം. എന്തിനു വേണ്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം ഉറപ്പായും ചോദിച്ചിരിക്കും. മന്ത്രി നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ റവന്യൂ മന്ത്രി കെ രാജൻ മീറ്റിംഗിലാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്.